അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് ഞാൻ പണിയെടുക്കാൻ പോണ വീട്. ഇതിൻ്റെ ഉള്ളിൽ തേപ്പം പെയിൻ്റടിച്ചലൊക്കെ കഴിഞ്ഞിരിക്കണ്. വയറിങ്ങൊക്കെ ചെയ്ത് ഇനി പണിയുണ്ട്. കുടിയൊന്നും നിന്നിട്ടില്ല. അത് ഇബ്രാഹിം ഹാജിനെ തന്നെ മൂത്ത മോൻ്റെ വീടാണ്. സഹദ് ഇപ്പോൾ ഇവിടെ അല്ല, പുറത്ത് പോയിക്കാണ്. ഞാൻ ഉള്ളിൽ എനിക്ക് ക്ലീനിങ്ങളൊക്കെ പണിയായിരുന്നു. ഞാൻ ഈ പുല്ല് ഒരുപാട് പുല്ലുണ്ട്, അതൊക്കെ ഞാൻ പറിച്ച്. അതിൽ ഗൾഫ് പോയിന് എൻ്റെ ഈ സഹദ് തന്നെ എൻ്റെ ഉമ്മയും വാപ്പയും പിന്നെ ഹജ്ജ് ചെയ്യാൻ പോയിട്ട് പോയിക്കാം. ഒരു മാസം 40 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് വന്നേക്കാം. പോയിട്ടുള്ള അടിയാളാണ് കാണുന്നത്. അങ്ങനെ പുല്ല് പറിച്ചിട്ട് ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ബാക്കിയാക്കി വെച്ചേക്കാണ്. എനിക്കതിന് തൊഴിലുറപ്പിൻ്റെ ഒക്കെ പണിയുണ്ടായിരുന്നു. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഇപ്പോൾ ഞാൻ എന്നാലും ഒന്നും പണിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നാളെ പണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്ന ഞായറാഴ്ചക്കൊക്കെ ഇതാക്കി വെച്ചു. ആദ്യത്തെ പേര ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ പേര. ഇനി എന്നാണ് ഇവിടുത്തെ കുടിക്കലെന്ന് അറിയില്ല. വമ്പ കുടിക്കുണ്ടാവും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. നമുക്ക് കാണാൻ കാണാം. മലപ്പുറം ജില്ല, തിരൂർ, വയലത്തൂർ, പൊന്മുണ്ടം പെട്ട സ്ഥലമാണിത്. ഇത് തിരൂർ റോഡും വളാഞ്ചേരി റോഡും കണ്ടിട്ടില്ല. ഇങ്ങനെ ഭാഗത്തെടുക്കുക. ഇത് പേര കാണാനുള്ളവരൊക്കെ വന്ന് കാണാണ്ട് പോവാം. നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി ഇതേമാതിരി പുതിയ വീഡിയോ ഇട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ പേര് സയ്യിദ് അബ്ദുൽ കരീം തങ്ങളാണ്. ഇതൊക്കെ ഇട്ട സ്ഥലമാണ്. ഇവരെ മൂത്താപ്പ ഇവരെ ജ്യേഷ്ഠനാൻ്റെ പേരാണത്. നോക്കാം. ജ്യേഷ്ഠൻ മരിച്ചിട്ട് എത്രയോ അത് മക്കളൊക്കെ ഗൾഫിലേക്ക് സ്വന്തമായിട്ട് പിന്നെ ഗൾഫിൽ ഹോട്ടലുണ്ട്. എൻ്റെ കാക്കൊക്കെ കൊണ്ടുപോയിട്ട് പണി കഴിഞ്ഞിട്ടില്ല. ഇനിയും പണി ബാക്കിയത് കണ്ട ദിവസമൊക്കെ ഇവിടെ വന്നാൽ കാണാം. നിങ്ങൾക്ക് പേരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വിളിച്ചു പോന്നാൽ മതി. ഞാൻ തന്നതാണ്. അസ്സലാമു അലൈക്കും.